ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് വളരെ അത്യാവശ്യമായ ചില വസ്തുക്കൾ കിട്ടാതായപ്പോൾ വീട്ടിനകത്തിരിക്കാൻ പറ്റാതായതാണ്. അവർക്ക് വീട്ടിനകത്തിരിക്കാൻ പറ്റില്ല. ഒരു വസ്തു, ഉപയോഗിക്കുന്ന വസ്തു ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ തലച്ചോറ് ആ സാധനത്തിന് വേണ്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ ആവശ്യപ്പെടും. ആ സാധനം വീട്ടിനകത്ത് ഇരുന്നാൽ കിട്ടില്ല. അത് കിട്ടുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ച് മൊബൈലിലൂടെ പറഞ്ഞ് അവിടെ വരാൻ പറഞ്ഞ് ഇവിടെ വരാൻ പറഞ്ഞ് പോലീസിന്റെ കണ്ണ് വെട്ടിച്ചൊക്കെ പോയി അവർ കളക്ട് ചെയ്തു. എന്നാലും പോലീസിന്റെ കണ്ണിന്റെ മുന്നിൽ പെടുമ്പോഴാണ് ഇത്രയേറെ യുവാക്കൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്, അടികൊണ്ടിട്ടും മറ്റു കാര്യങ്ങളൊക്കെ. അല്ലാതെ അവിടെ നിന്ന് പുറത്തു പോയിട്ട് എല്ലാം അടച്ചിട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് പുറത്തിറക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ യുവതലമുറ അത്രയേറെ ഇന്നത്തെ ലഹരി മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 9-10 ക്ലാസ്സിലെ കുട്ടികളാണെന്ന് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഈ ബോധവൽക്കരണം എന്നുള്ളത് ഒരു ആവശ്യമില്ലാത്ത പരിപാടിയാണ്. കാരണം ലഹരിക്ക് അടിമപ്പെട്ടവനെ അവനെ പിന്നെ ഒരു ബോധവൽക്കരിച്ചിട്ട് കാര്യമില്ല. ചികിത്സ മാത്രമേ ഫലമുള്ളൂ. ബോധവൽക്കരിക്കുകയാണെങ്കിൽ കുറേ കൂടി നന്നേ ചെറുപ്പത്തിൽ വേണം. ഇത് നമ്മുടെ ഉള്ളിൽ പതിഞ്ഞ് കിടക്കണം. എന്താണ് ലഹരി, എന്താണ് മദ്യവും മയക്കുമരുന്നുകൾ, എന്താണ് മദ്യം, എന്താണ് മയക്കുമരുന്ന്, ഇതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ്, ഇതുകൊണ്ട് ആർക്കാണ് നേട്ടം, എന്ത് നേട്ടമാണ് ഇതുകൊണ്ടുള്ളത്, ഇതൊക്കെ നമ്മൾ അറിയണം. ഞാൻ ചോദിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ചോദിക്കുകയാണ്, എന്താണ് മദ്യം മയക്കുമരുന്ന്? മദ്യം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? മദ്യം എന്താണ്? നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന കള്ള്, ബ്രാൻഡി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മദ്യം അല്ലേ? അറിയാവുന്നല്ലേ? ഈ മയക്കുമരുന്ന് പറഞ്ഞാലോ, മയക്കുമരുന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താണ് അറിയാമോ? അതായത് മദ്യമല്ലാത്ത മറ്റു തരം ചില വസ്തുക്കൾ കൂടി നമുക്ക് ലഹരി തരുന്നുണ്ട്. നമുക്കല്ല, അത് ഉപയോഗിക്കുന്നവർക്ക് ലഹരി കൊടുക്കുന്നുണ്ട്. ആ വസ്തുക്കളെ അവർ പൊതുവിൽ പറയുന്ന പേരാണ് മയക്കുമരുന്നുകൾ. അതിനി ഇവിടെ വിശദീകരിച്ച് ഏതൊക്കെയാണ് സാധനങ്ങൾ, എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നിങ്ങൾ അതിൻ്റെ പേരുകളൊന്നും പഠിച്ചു വെക്കുകയോ ഓർമ്മിച്ചു വെക്കുകയോ വേണ്ട. കാരണം നമുക്കത് ജീവിതത്തിൽ ആവശ്യമില്ലാത്ത സാധനം. നമ്മൾ അതിൻ്റെ പുറമേ നിന്നുള്ള ഭാഗം മാത്രം കണ്ട് അത് ഇന്ന വസ്തുവാണ് എന്ന് മനസ്സിലായാൽ നമ്മൾ ആ വസ്തുവിനെ അവിടെ വെച്ച് ഒഴിവാക്കുക. ആ ഭാഗത്തേക്ക് നമ്മൾ പോവാതിരിക്കുക. ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യമായി നമ്മൾ കുറച്ച് കാര്യം പറഞ്ഞു. ഈ സിഗരറ്റിൽ അടങ്ങിയിട്ടുള്ള വസ്തു എന്താണ്? സിഗരറ്റിൽ ലഹരി കൊടുക്കുന്ന ഒരു വസ്തു ഉണ്ട്. അതറിയാം. എന്ത് വസ്തുവാണ് സിഗരറ്റിൽ അടങ്ങിയിട്ടുള്ളത്? അറിയാവുന്നവരുടെ കൈ കൊടുക്കുക. പറഞ്ഞു. നിക്കോട്ടിനാണ്. സിഗരറ്റിനകത്ത് പ്രധാനമായിട്ടുള്ള അതിന് ലഹരി തരുന്ന വസ്തു, അഡിക്ഷൻ ആക്കുന്ന വസ്തു നിക്കോട്ടിനാണ്. ഞാൻ സിഗരറ്റ് കുറിച്ച് ജസ്റ്റ് നോക്കിയപ്പോൾ സിഗരറ്റ് ഉണ്ടാക്കുന്നത് ഏകദേശം 600ഓളം വ്യത്യസ്ത കണ്ടൻസ് ചെയ്തിട്ടാണ് ഒരു സിഗരറ്റ് ഉണ്ടാകുന്നത്. ഈ സിഗരറ്റ് കത്തിക്കുമ്പോൾ ഏകദേശം 7000ഓളം കെമിക്കൽസ് അത് പുറത്തേക്ക് തള്ളുന്നുണ്ട്. ചെറിയ തോതിലായിരിക്കാം, നമ്മളറിയില്ല. എന്നാലും നമ്മളെ കുറിച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് സെർച്ച് നോക്കിയാൽ മതി. 7000ഓളം രാസവസ്തുക്കൾ അത് പുറത്തേക്ക് തള്ളുന്നുണ്ട് ഒരു സിഗരറ്റ് കത്തിക്കുമ്പോൾ. ഇതിനകത്ത് 69ഓളം മാരകമായ വിഷവസ്തുക്കളാണ്. എത്ര? 69 തരം മാരക വിഷവസ്തുക്കൾ. അതായത് ക്യാൻസർ, മറ്റ് ട്യൂമറൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാരക വിഷവസ്തുക്കൾ പുറത്തള്ളുന്ന ഒരു വസ്തുവാണ് സിഗരറ്റ്. മനസ്സിലാവുന്നുണ്ടോ? നിസ്സാര ഒരു സിഗരറ്റ് അല്ലേ, മയക്കുമരുന്നല്ലോ എന്നൊക്കെ കരുതി നമ്മുടെ കൂട്ടത്തിലേക്കുള്ള ഉപയോഗിക്കുന്നുണ്ടാവും. ആ കൂട്ടത്തിൽ നമ്മൾ പോയി നിൽക്കും. നമ്മൾ ഉപയോഗിക്കില്ല, അവരല്ലേ ഉപയോഗിക്കുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെയോ ആ കൂട്ടത്തിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തവൻ ഒരു മോശക്കാരനാവുന്ന ഒരു നിലയ്ക്ക് അവർ ചിത്രീകരിക്കും. കാരണം എന്താ, നീ ഉപയോഗിച്ചാലാണ്, അല്ലെങ്കിൽ ഈ ടീച്ചറോട് പോയി പറയാം, അല്ലെങ്കിൽ വീട്ടിൽ പോയി പറയുന്നതോട് നിന്നെ കൂടി ഉപയോഗിച്ചാലാണ് നമുക്ക് സേഫായിട്ട് ഇതൊരു ഗ്യാങ്ങിന് നിലകൊള്ളാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സിഗരറ്റിൻ്റെ കാര്യം ഇത്രയുമാണെങ്കിൽ ഇതിനേക്കാൾ മാരകമായ ലഹരി തരുന്ന വസ്തുക്കൾ ഒരുപാട് വേറെ ഉണ്ട്. ഈ ലഹരിയിലേക്ക് കയറി പോകുമ്പോൾ നമ്മൾ പിന്നെ അവസാനം കാണുന്നത് എല്ലാം പക്ക വിഷങ്ങളാണ്. പക്ക വിഷം. ഈ ഓരോ വിഷവസ്തുവും ബാധിക്കുന്നത് നമ്മളെ ഏത് അവയവത്തെയാണ് നിങ്ങൾക്കറിയോ? എങ്ങനെയാണ് ലഹരി നമ്മളെ ഉണ്ടാക്കിയെടുക്കുന്നത്? ഇപ്പോൾ പറഞ്ഞു, മാഡം പറഞ്ഞു നിക്കോട്ടിൻ്റെ കാര്യം. നിക്കോട്ടിൻ നമ്മളെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് അറിയാമോ? ഒന്ന് പറഞ്ഞേ. നിക്കോട്ടിൻ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? നമ്മൾ ഈ നിക്കോട്ടിന് അകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇതൊരു ആഹ്ലാദം പോലെ അത് ഉപയോഗിക്കുന്ന ആൾക്ക് തോന്നുന്നു. നിക്കോട്ടിൻ്റെ കണ്ടന്റ് കുറഞ്ഞു വരുന്തോറും വീണ്ടും അവനെ അതിനകത്തേക്ക് വീണ്ടും നിക്കോട്ടിൻ താൻ ആകർഷണം അവനെ സ്വയം കെട്ടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവൻ രണ്ടാമത്തെ സ്ഥലത്ത് എത്തിക്കുന്നത്. ഏത് അവയവത്തിന് ബാധിക്കുന്നത് നിക്കോട്ടിൻ അറിയാമോ? തലച്ചോറിനെയാണ്. നമ്മുടെ
തലച്ചോറിനെയാണ് നിക്കോട്ടിൻ ബാധിക്കുന്നത്. അതുപോലെ തന്നെ സിഗരറ്റിനകത്ത് അടങ്ങിയിട്ടുള്ള മറ്റൊരു വസ്തുവാണ് ടാറ്. ഈ ടാറ് ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ടാറ് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞ് ചെയ്ത് രക്തം ഏതൊക്കെ വഴിയിലൂടെ നമ്മുടെ ശരീരത്തിൽ സഞ്ചരിക്കുന്നുവോ കൊടുക്കാതിരിക്കുമ്പോൾ തീരെ കിട്ടാത്ത അവസ്ഥ അതിനെ അഡ്മിറ്റ് ചെയ്യണം. സാധാരണ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്താൽ പറ്റില്ല. ഇതിനെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡീഹൈഡ്രേഷൻ സെൻ്ററുകളുണ്ട്. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിൽ ഒരു ഡീഹൈഡ്രേഷൻ സെൻ്റർ ഉണ്ട്. അത് അട്ടപ്പാടിയിലും കോട്ടത്തറയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഡീഹൈഡ്രേഷൻ സെൻ്ററിൽ കൊണ്ട് ചെന്നാക്കുന്ന ആൾ, അതായത് മൂന്നാമത്തെ സ്റ്റേജിലുള്ള ആളെ ആരെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് അവനെ ഇത്തരം സെൻ്ററിൽ കൊണ്ടാക്കി ചെന്ന് കഴിഞ്ഞാൽ അവനെ ജയിലിലിടുന്ന പോലെയുള്ളത്. അവനെ ചികിത്സിക്കാൻ ഒരു ഡോക്ടറോ 2 സിസ്റ്റർമാരൊന്നും പറ്റില്ല. അവനെ ചികിത്സിക്കാൻ വേണ്ടി ആവശ്യം 5 or 6 നല്ല ഗുണ്ടകളെ പോലുള്ള ആളുകളാണ്. എന്തിനാണ് ഈ സാധനം ശരീരത്തിൽ നിന്ന് കുറേശ്ശെ ബ്ലഡിൽ നിന്ന് ഇങ്ങനെ ഒഴിവായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിഡ്രോവൽ സിംപ്റ്റംസ് എന്ന സംഭവമാണ്. ഈ സമയത്ത് ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ കാണിക്കാവുന്ന ഏറ്റവും പൈശാചികമായ, ഏറ്റവും ഭ്രാന്തമായ അവസ്ഥയിലേക്ക് ആ അവസ്ഥയിൽ അവൻ നിയന്ത്രിക്കാൻ കുറേശ്ശെ അവൻ ഉപയോഗിച്ചിരുന്ന ലഹരി എന്തായിരുന്നോ അത് കുറഞ്ഞ അളവിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർമാർ അവനിലേക്ക് കുറേശ്ശെ കൊടുത്ത് അവനെ നിയന്ത്രിച്ച് കൊണ്ടുവരും അവൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട്. ഇങ്ങനെയാണ് ഒരു വ്യക്തി 4 ഘട്ടങ്ങളിലായിട്ട് ലഹരി ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞതിന് ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ. 4 തവണയാണ് ഒരു വ്യക്തി ലഹരിയുടെ ഉപയോഗത്തിലേക്ക് പോകുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് ഏതായിരുന്നു? നിങ്ങളുടെ ഈ പ്രായമുള്ള ഈ പ്രായത്തിൽ കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ ബന്ധുക്കളായ ഉപയോഗിക്കുന്ന ചിലരോടൊപ്പം അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ ടൂറ് പോകുമ്പോൾ അക്കൂട്ടത്തിലുള്ള ഒരുത്തൻ്റെ കൂടി അവൻ്റെ ഒരു താല്പര്യപ്രകാരം നീ വെറുതെ വെച്ച് നോക്ക് അല്ലെങ്കിൽ ഉപയോഗിച്ച് നോക്ക് എന്ന് പറഞ്ഞ് ഒരേ ഒരു തവണ ഇനി ഞാൻ ഉപയോഗിക്കില്ല എന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആദ്യത്തെ ഒരു തവണ ഉപയോഗിക്കുന്നതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഈ ഒരു തവണ ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് ഈ വെച്ച വ്യക്തിയാണ് രണ്ടാമത് സ്റ്റേജിലേക്ക് പോകുന്നത്, അല്ലേ? അല്ലാതെ ഞാൻ ഇതോടുകൂടി നിർത്തി ഇനിയില്ല എന്ന് പറഞ്ഞ് പോയ ഒരാളും അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടില്ല. ഇതിനെന്താ കാരണം? ഈ മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടി കുറച്ച് പേരുണ്ടോ നമ്മുടെ കുടുംബത്തിൽ എവിടെയൊക്കെ അവൻ പറയാതെ ഞാൻ സിഗരറ്റ് വലിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ അത് ഉപയോഗിക്കുന്ന ആളാണ്, ഞാൻ ഹാൻഡ്സ് ഒക്കെ കിട്ടുന്ന ആളാണ്, ഇങ്ങനെ കാണിക്കാൻ വേണ്ടി അതെന്തൊരു ഹീറോയിസം പോലെ കണക്കാക്കുന്നത്. അപ്പോൾ അവനെ കണ്ടിട്ട് അവൻ എതിർത്ത് പോകുന്നവനാണ്, അവനൊരു പ്രാപ്തനാണെന്ന് തോന്നൊക്കെ വ്യക്തി അവൻ ഈ കുട്ടികളുടെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെ കുറച്ച് ചിലപ്പോൾ സൈസിൽ കുറച്ച് വലിപ്പമൊക്കെ ഉണ്ടാവും മറ്റുള്ളവരൊക്കെ അപേക്ഷിച്ച്. അപ്പോൾ അങ്ങനെ ലഹരിക്കെതിരെ 2021 ലഹരി വിരുദ്ധ ദിനത്തിൽ ദേവികാരൊരു ബാലിക ആലപിച്ച സംഗീതം ഒരു കവിതയാണ്. അത് ഞാൻ ആലോചിച്ചുകൊണ്ട് പറയും. ഇത്രയും സുന്ദരമായൊരീ ഭൂമിയിൽ ജീവിച്ച നാം എത്ര ഭാഗ്യവാന്മാർ. ഇത്രയും സുന്ദരമായൊരീ ഭൂമിയിൽ ജീവിച്ച നാം എത്ര ഭാഗ്യവാന്മാർ. മഞ്ഞും മലകളും മഴയും മഴവില്ലും ഒക്കെയുണ്ടെങ്കിലും പോരതൊന്നും. മഞ്ഞും മലകളും മഴയും മഴവില്ലും ഒക്കെയുണ്ടെങ്കിലും പോരതൊന്നും. ചിലരുണ്ട് ഭൂമിയിൽ ലഹരിതൻ വിത്തുകൾ നട്ടു നനച്ചു വളർത്തുവോർ മാനുഷർ. ചിലരുണ്ട് ഭൂമിയിൽ ലഹരിതൻ വിത്തുകൾ നട്ടു നനച്ചു വളർത്തുവോർ മാനുഷർ. ഇലകളും പൂവും കറകളും തേടുവോർ ഇടനേരം വിടരാതെ അടർന്നു പോകുന്നവർ. ഇലകളും പൂവും കറകളും തേടുവോർ ഇടനേരം വിരയാതെ അടർന്നു പോകുവോർ. ഓർമ്മിക്ക നമ്മളാ വഴികളിൽ കൂടിയൊന്നറിയാതെ പോലും നടന്നിടല്ലേ. ഓർമ്മിക്ക നിങ്ങളാ വഴികളിൽ കൂടിയൊന്നറിയാതെ പോലും നടന്നിടല്ലേ. നീട്ടി വലിക്കും പുകച്ചുരുളുകളല്ല ജീവിതമാകണം നമ്മുടെ ലഹരി. നീട്ടി വലിക്കും പുകച്ചുരുളുകളല്ല ജീവിതമാകണം നമ്മുടെ ലഹരി.
ഓർമ്മിക്ക നമ്മള വഴികളിൽ കൂടിയോ നറിയാതെ പോലും നടന്നിടല്ലേ. ഇത്രയും പറഞ്ഞിരുന്നത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഈ ഒരു ഫോർമുല നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടുക. ലഹരിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താനേ പറ്റുള്ളൂ. വന്നതിന് ശേഷം മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ലഹരിക്ക് അടിമപ്പെട്ടൊരാളുടെ മാനസികാവസ്ഥ പൂർണ്ണമായിട്ടും അതിൽ വീണ്ടെടുക്കുക സാധ്യമല്ല. അതുകൊണ്ട് അത്തരം ചതിക്കുഴിയിൽ വീഴാതെ നമ്മൾ സ്വയം ഓരോരുത്തരും പ്രാപ്തരാവുക. അത് നമുക്ക് ഓരോരുത്തർക്കും സർവശക്തൻ കഴിവ് തരുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.